ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം പ്രേക്ഷകരായ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വചനം. എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു. അങ്ങനെ അങ്ങ് എന്നെ അയച്ചുവെന്നും അങ്ങെന്നെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു സത്യം ഇതാണ്: ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ഒരു സമൂഹമായി, ഒരു ഹൃദയമായി ഐക്യത്തിൽ ജീവിക്കണം. ക്രൈസ്തവ ജീവിതം കൂട്ടായ്മയുടെയും ഐക്യത്തിൻ്റെയും ജീവിതമെന്നാണ് ഈ വചനഭാഗത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 46 ആദിമ ക്രൈസ്തവ സമൂഹം എപ്രകാരം ഐക്യത്തിൽ ജീവിച്ചു എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അവർ ഏക മനസ്സോടെ താൽപ്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടെ ആഹ്ലാദത്തോടുകൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തു. വീണ്ടും വചനം അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 32 ഇത് പറയുന്നുണ്ട്: വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരു ആത്മാവുമായിരുന്നു. പ്രിയമുള്ളവരെ, യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നാം ഒറ്റപ്പെട്ട ഒരു ജീവിതം നയിക്കുവാനായിട്ട് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. ഒറ്റപ്പെട്ട ഒരു ജീവിതം നയിക്കുവാനായിട്ട് നിലപാടുകളെടുക്കുമ്പോൾ അവൻ ക്രിസ്തു വിശ്വാസി അല്ലാതായിത്തീരുന്നു. ക്രിസ്തു വിശ്വാസി എപ്പോഴും കൂട്ടായ്മയിൽ ജീവിക്കേണ്ട വ്യക്തിയാണ്. ഐക്യത്തിലും കൂട്ടായ്മയിലും നിന്ന് ഒരു വിശ്വാസി അകലുമ്പോൾ ഓർത്തുകൊള്ളണം, അവൻ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹ വലയത്തിൽ നിന്ന് അവൻ ആ വലയം പൊട്ടിച്ച് പുറത്തേക്ക് പോവുകയാണ്. സങ്കീർത്തനം 133-ാം സങ്കീർത്തനത്തിൽ 1 മുതൽ 3 വാക്യങ്ങളിൽ എങ്ങനെയുള്ളവരുടെ ഇടയിലാണ് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. എപ്രകാരമായിരിക്കണം വിശ്വാസ സമൂഹം ഒരുമിച്ച് ജീവിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്നുണ്ട്. 133-ാം സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള വചനം ഇപ്രകാരമാണ്: സഹോദരർ ഏകമനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. അഹറോൻ്റെ തലയിൽ നിന്ന് താടിയിലേക്ക് ഇറങ്ങി അങ്കിയുടെ കഴുത്ത് പട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണത്. സിയോൻ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൺ തുഷാരം പോലെയാണത്. അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. കൂട്ടായ്മയിലാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും തൻ്റെ അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് അനുഗ്രഹം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, നമ്മൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകണമെങ്കിൽ കൂട്ടായ്മയിൽ ചേർന്ന് നിൽക്കണം. നമ്മുടെ ജീവിതത്തിൽ ജീവൻ നിലനിൽക്കണമെങ്കിൽ, ദൈവം പ്രദാനം ചെയ്യുന്ന ജീവൻ അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കണമെങ്കിൽ കൂട്ടായ്മയിൽ വസിക്കുവാനായിട്ട്, കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുവാനായിട്ടുള്ള ഒരു ഹൃദയ വിശാലത നമുക്കുണ്ടാകണം. മത്തായിയുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായം 19ഉം 20ഉം വാക്യം ഇപ്രകാരമാണ്: വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. എന്തെന്നാൽ 2 or 3 പേർ എവിടെ ഒരുമിച്ച് കൂടുന്നുവോ അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. യേശുവിൻ്റെ വാഗ്ദാനമാണ്. കൂട്ടായ്മകളിലാണ് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. കൂട്ടായ്മകളിലൂടെയാണ് ദൈവം മനുഷ്യരെ വിശുദ്ധിയിലേക്ക് വളർത്തുന്നത്. അപ്പോൾ ആരൊക്കെ കൂട്ടായ്മയിൽ നിന്ന് അകന്നകന്ന് പോയിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതം തളർന്ന ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക. നമ്മുടെ ചുറ്റുപാടുകളിൽ നോക്കിയാൽ മതി.
സഭയിൽ തന്നെ നോക്കിയാൽ മതി. ആരൊക്കെ ഒറ്റപ്പെട്ട ചിന്തയോടെ, ഒറ്റപ്പെട്ട മനോഭാവത്തോടെ, ധാർഷ്ട്യത്തോടെ വിശ്വാസ ജീവിതം നയിക്കുവാനായിട്ട് നിലപാടെടുത്തിട്ടുണ്ടോ അവരൊക്കെ കാലക്രമേണ ആ വിശ്വാസ ചൈതന്യത്തിൽ നിന്ന് അടർന്നു പോയിട്ടുണ്ട്. വിശ്വാസം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ അവർ താഴ്ചകളിലേക്ക് വീണു പോയിട്ടുണ്ട്. കാരണം എന്താണ്? കൂട്ടായ്മയെ വിസ്മരിച്ചാൽ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹമായിട്ട് മാറുകയില്ല. കാരണം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് കൂട്ടായ്മയിൽ വസിക്കുവാനാണ്. എഫേസൂസാർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വചനഭാഗം ഇപ്രകാരമാണ്: ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരേ ശരീരവും ഒരേ ആത്മാവുമാണുള്ളത്. ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേ ഉള്ളൂ. സകലതിലും ഉപരിയായി സകലതിലൂടെയും സകലതിലും വർദ്ധിക്കുന്നവനും നമ്മുടെ എല്ലാം പിതാവുമായ ദൈവം ഒരുവൻ മാത്രം. അപ്പോൾ വിശ്വാസ സമൂഹത്തിന് ഈ ഒരു ഹൃദയ ഐക്യമുണ്ടായിരിക്കണം. വിശ്വസിക്കുന്നവർ ഒരു ഏകദൈവ വിശ്വാസത്തിൽ, കർത്താവായ യേശുവിൽ, അതുപോലെ തന്നെ നമ്മൾ വിശ്വസിക്കുന്ന എല്ലാം ഒരു ഐക്യതയുടെ മനോഭാവം ഉണ്ടാകണം. ഐക്യതയുടെ മനോഭാവം ഉണ്ടാകണം. ഫിലിപ്പിയരുടെ ലേഖനത്തിൽ 2-ാം അധ്യായം 2 മുതൽ 2-3 വാക്യപ്രകാരമാണ്: നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർദ്ധിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവുമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ദൈവം ആഗ്രഹിക്കുന്നത് ഒരേ അഭിപ്രായവും ഒരേ കാര്യങ്ങൾ ചിന്തിച്ച് സ്നേഹത്തിൽ വർദ്ധിക്കണം. പലപ്പോഴും നമ്മുടെ കൂട്ടായ്മകളിൽ തകർച്ചകൾ വരാൻ കാരണം എന്താണ്? വ്യത്യസ്തങ്ങളായ ചിന്താഗതികളാണ്. പരിശുദ്ധാത്മാവ് കൂട്ടായ്മയെ നയിക്കുവാനായിട്ട് വിട്ടുകൊടുക്കുമ്പോഴാണ് അവിടെ ഒരേ ചിന്താഗതികൾ രൂപപ്പെടുന്നത്, ഒരേ മനസ്സ് രൂപപ്പെടുന്നത്. സ്നേഹത്തിൽ വർദ്ധിക്കുവാനായിട്ട് കൂട്ടായ്മയിലുള്ളവർക്ക് കഴിയുന്നത് പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കണം. അതല്ലാതെ ബുദ്ധിക്കും യുക്തിക്കും ഭാവനകൾക്കും അമിത പ്രാധാന്യം കൊടുത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിന് അവസരം കൊടുക്കാതെ നമ്മൾ തന്നെ നമ്മുടെ മനോഭാവത്തിന്, ചിന്തയ്ക്ക്, നമ്മുടെ ഉള്ളിലുള്ള ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്താൽ കൂട്ടായ്മകളിൽ വിള്ളലുകളുണ്ടാകും, കൂട്ടായ്മകളിൽ പ്രശ്നങ്ങളുണ്ടാകും, കൂട്ടായ്മകളിൽ സ്നേഹം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് വചനം എപ്പോഴും പഠിപ്പിക്കുന്നത് മാത്സര്യവും വ്യർത്ഥാഭിമാനവും മൂലം ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല കൂട്ടായ്മയിൽ. അപ്പോൾ ക്രൈസ്തവ കൂട്ടായ്മ മാത്സര്യത്തിൻ്റെ കൂട്ടായ്മയല്ല. മത്സരിക്കുവാനായിട്ടുള്ള, പരസ്പരം ചിന്തിക്കീറുന്ന മത്സരത്തിൻ്റെ കൂട്ടായ്മയായിട്ട് മാറരുത്. ഒരു ഹൃദയമായിരിക്കണം, ഒരു ഐക്യമായിരിക്കണം. ഒരേ ഹൃദയത്തോടെ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടവരാണ്. അതല്ലാതെ വ്യർത്ഥാഭിമാനം മൂലം ഒരാൾ ചെയ്യുന്നത് അയാൾ ചെയ്യുന്നതല്ലേ, എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ എൻ്റെ രീതിയിൽ വേറെ രീതിയിൽ ചെയ്യും, ഇങ്ങനെയുള്ള മനോഭാവങ്ങൾ പാടില്ല. വചനം പഠിപ്പിക്കുകയാണ് ഫിലിപ്പിയരുടെ ലേഖനത്തിൽ തുടർന്ന്: മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഫിലിപ്പിയരുടെ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യം. അപ്പോൾ മാത്സര്യവും വ്യർത്ഥാഭിമാനവും മൂലം ഒന്നും നിങ്ങൾ ചെയ്യരുത്. കൂട്ടായ്മയിലായിരിക്കുമ്പോൾ ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ വികാരം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് മത്സരബുദ്ധിയോടെ അല്ലെങ്കിൽ കൂടെയുള്ളവരെ തോൽപ്പിക്കാനായിട്ട് മത്സരബുദ്ധിയോടെ ചെയ്യുന്ന മനോഭാവമാണോ? എങ്കിൽ അത് ക്രൈസ്തവമല്ല. അത് കൂട്ടായ്മയുടെ ചൈതന്യത്തെ തകർക്കും. വ്യർത്ഥാഭിമാനം, എനിക്ക് കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ വലിയൊരു അഭിമാനിയാകണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പേരും പ്രശസ്തിയും വേണം എന്നുള്ള മനോഭാവത്തോടെ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് കൂട്ടായ്മയെ തകർക്കുവാനായിട്ട് കാരണമാകും. പത്രോസ്ലീഹയുടെ ലേഖനത്തിലെ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായം 8-9 വചനം ഇപ്രകാരമാണ്: അവസാനമായി നിങ്ങളെല്ലാവരും ഹൃദയ ഐക്യവും അനുകമ്പയും സഹോദര സ്നേഹവും കരുണയും വിനയവും ഉള്ളവരായിരിക്കുവിൻ. തിന്മയ്ക്ക് പകരം തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. ഈ ഒരു അവബോധം ഉണ്ടാകണം. എല്ലാവരും ഒരേ അനുഗ്രഹത്തിലേക്കാണ് വിളിക്കപ്പെട്ടത്. ദൈവം എല്ലാവർക്കും നൽകുന്നത് ഒരേ അനുഗ്രഹമാണ്, നിത്യജീവൻ. അവസാനം നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നത് ഒരു അനുഗ്രഹമേ ഉള്ളൂ. അവിടെ ഏറ്റക്കുറച്ചിലുകളില്ല. ഏതവസ്ഥയിലായിക്കൊള്ളട്ടെ, മെത്രാനായാലും വൈദികനായാലും അല്ലെങ്കിൽ ഒരു സുവിശേഷ പ്രഘോഷകനായാലും അല്ലെങ്കിൽ ഏതെങ്കിലും താഴ്ന്ന തലത്തിൽ ജോലി ചെയ്ത പാവപ്പെട്ട ഒരു വിശ്വാസിയായിരുന്നാലും അവൻ്റെ അവസാനം അവന് ലഭിക്കുന്നത് നിത്യജീവൻ്റെ കിരീടമാണ്. അത് എല്ലാവർക്കും ഒരേപോലെയാണ്. അതുകൊണ്ട് അവിടെ നമ്മളൊരു വ്യർത്ഥാഭിമാനത്തിന് അടിമപ്പെടാൻ പാടില്ല. ഈ ഭൂമിയിലിരുന്ന് വ്യർത്ഥാഭിമാനത്തിന് അടിമപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ കരുണയും വിനയവും ഇല്ലാത്ത മനോഭാവത്തോടെ കൂട്ടായ്മയിലിരുന്ന് മറ്റുള്ളവരെ അകറ്റിക്കൊണ്ട് നമ്മൾ വളരാനായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, നമ്മൾ ലക്ഷ്യം മറന്ന്
സംഘടനാ തലത്തിൽ അടിമപ്പെടുകയാണ്. ക്രൈസ്തവ കൂട്ടായ്മ എന്ന് പറയുന്നത് സംഘടനയല്ല. ഏതെങ്കിലുമൊക്കെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ സംഘടന പോലെയുള്ള പ്രവർത്തിക്കാനുള്ളതല്ല ക്രൈസ്തവ സമൂഹം. ഇന്ന് പലപ്പോഴും വാശിയും വെറുപ്പും വൈരാഗ്യവും സ്വാർത്ഥതയും ഉള്ളിൽ കയറിക്കൂടി രാഷ്ട്രീയ മേഖലകളിലുള്ള തർക്കവും അല്ലെങ്കിൽ അതുപോലുള്ള കുതികാല് വെട്ടുന്ന മനോഭാവവും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള തെറ്റായ സ്വാധീന ചെലുത്തലുകളുമൊക്കെ ഇന്ന് സഭയുടെ കൂട്ടായ്മകളിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, നമ്മൾ ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുകയാണ്. ക്രിസ്തുവിനെ നമ്മൾ കൊത്തി മുറിവേൽപ്പിക്കുകയാണ്. സഭയെന്ന് പറയുന്നത്, കൂട്ടായ്മ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ തിരുശരീരമാണ്, ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ആ ശരീരത്തിലെ ശിരസാകുന്ന ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ് സഭയിലെ ഓരോ മക്കളും. ആ മക്കളോട് ഒരുവൻ ചെയ്യുന്ന നിലപാടുകൾ ഒരുപക്ഷെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, എൻ്റെ പേരിനും പ്രശസ്തിക്കും വേണ്ടി നമ്മൾ സഭ കൂട്ടായ്മയിൽ ഒരു വ്യക്തിയോട് തെറ്റായ രീതിയിൽ നിലപാടുകൾ എടുക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ക്രിസ്തുവിൻ്റെ ശരീരത്തെയാണ് നമ്മൾ കുത്തിമുറിവേൽപ്പിക്കുന്നത്. കൂട്ടായ്മയിലുള്ളവർക്ക് ഈ ഒരു അവബോധമുണ്ടാകണം. നീ എടുക്കുന്ന നിലപാടുകൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നുണ്ടോ, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ടോ എങ്കിൽ നീ കൂട്ടായ്മയുടെ ചൈതന്യം തല്ലിക്കെടുത്തുകയാണ്. കൂട്ടായ്മയുടെ ചൈതന്യം തല്ലിക്കെടുത്തുകയാണ്. ഒരേ അവകാശമാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. ഒരു ക്രിസ്തുവാണ് കൂട്ടായ്മയുടെ തലവൻ. ഇതൊക്കെ നമ്മുടെ ചിന്തകളിൽ ഉണ്ടാകണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 15-ാം അധ്യായം 1-ാം വാക്യം പ്രകാരമാണ്, ബലമുള്ളവരായ നാം ദുർബലരുടെ പോരായ്മകൾ സഹിക്കുകയാണ് വേണ്ടത്, നമ്മെ തന്നെ പ്രീതിപ്പെടുത്തുകയല്ല. കൂട്ടായ്മയിലുള്ളവർ എപ്പോഴും തങ്ങളുടെ മാത്രം പ്രീതി നോക്കി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ബലഹീനരെയൊക്കെ അവഗണിച്ച് കുറവുള്ളവരെയും പോരായ്മ ഉള്ളവരെയൊക്കെ തള്ളി കൂട്ടായ്മയുടെ ഒരു പുറത്ത് ആക്കി കഴിഞ്ഞാൽ, അല്ലേ, മാർജിൻ്റെ പുറത്താക്കി കഴിഞ്ഞാൽ ആ കൂട്ടായ്മ അനുഗ്രഹമായിട്ട് മാറുകയില്ല. പോരായ്മകളുള്ളവരെയും ബലഹീനരായിട്ടുള്ളവരെയും കൂട്ടായ്മയിൽ വളർത്തുകയാണ് വേണ്ടത്. ദൈവം എപ്പോഴും നമ്മൾ കൂട്ടായ്മയിൽ നമ്മളെ കൊണ്ടുപോകുന്ന എന്തിനാ? നമ്മൾ വളരുന്നതോടൊപ്പം മറ്റുള്ളവരെ നമ്മളെക്കാൾ വളർത്തുവാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. കൂട്ടായ്മ അങ്ങനെയാണ് വളരുന്നത്. യേശു സന്തോഷിക്കുന്നത് അങ്ങനെയാണ്. കാരണം യേശുവിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ വളർത്താനായിട്ട് ശ്രമിച്ചാൽ കൂട്ടായ്മ ശക്തിപ്പെടും. ബലഹീനരെ നമ്മൾ അവരുടെ പോരായ്മകൾ കണ്ട് സ്നേഹത്തോടെ ചേർത്ത് നിർത്തി പ്രോത്സാഹിപ്പിച്ച് അവരെ കൊണ്ടുവന്നാൽ ഐക്യം ഉണ്ടാവും, കൂട്ടായ്മകൾ വളരും. ഒരു ഇടവകയിൽ സംഭവിച്ചത് ഇപ്രകാരമാണ്. ആ ഇടവകയിൽ ഒരു വൈദികൻ വന്നു. ആ വൈദികന് ആ കൂട്ടായ്മ മുഴുവനും ക്രിസ്തുവിൻ്റെ ശരീരമാണെന്നുള്ള ബോധ്യത്തോടെ ആ കൂട്ടായ്മയെ വളർത്തേണ്ടതിന് പകരം ഈ വൈദികൻ എന്താണ്, എല്ലാവരെയും കൂട്ടായ്മയിലും എല്ലാവരോടും ദേവാലയത്തിൽ ചേർത്ത് നിർത്തിയ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് യുവാക്കളുടെ കാര്യത്തിൽ വലിയ താല്പര്യമില്ലാതായി. അപ്പോൾ യുവാക്കളുടെ കാര്യം വരുമ്പോൾ ഈ ഇടവ വികാരി വലിയ കാര്യങ്ങളൊന്നും ചെയ്യില്ല. അവർക്ക് വേണ്ടി ഒരു പ്രവർത്തനവും ഇല്ല. വെറുതെ കുറച്ച് ഭക്തസ്ത്രീകളുടെ ഭക്ത കൂട്ടായ്മകൾ, വൃദ്ധരായിട്ടുള്ളവരെ അടങ്ങുന്ന ചെറിയ ഭക്ത കൂട്ടായ്മകളിൽ മാത്രം ഈ വൈദികൻ എപ്പോഴും ഇൻവോൾവ് ആകും. ചെറുപ്പക്കാരെ അവഗണിച്ച് അങ്ങനെ അവരെ ഒരു കൂട്ടായ്മയിൽ ചേർത്ത് നിർത്തി അവർക്ക് വളരുവാനായിട്ടുള്ള സാധ്യതകൾ കൊടുക്കാനായിട്ട് കഴിയാതെ ആ മനോഭാവത്തോടെ പോയി കഴിഞ്ഞു. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ കുറവുകളുള്ള ബലഹീനരായിട്ടുള്ള ഒത്തിരി ചെറുപ്പക്കാർ അവിടെ ആ കൂട്ടായ്മയിൽ, ആ ഇടവക കൂട്ടായ്മയിലുണ്ടായിരുന്നു. പക്ഷെ അവരെ എല്ലാം നെഗ്ലക്റ്റ് ചെയ്ത് ഇവരൊന്നും സഭയുമായിട്ട് ചേരുന്നില്ല. പള്ളിയിൽ ഞായറാഴ്ച വരും, അത് കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ടൊരു ബന്ധവും ഇല്ല. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇടവക അസിസ്റ്റൻ്റായിട്ടൊരു വൈദികൻ ആദ്യമായിട്ട് പൗരോഹിത്യമൊക്കെ സ്വീകരിച്ച് ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് ഈ ഇടവകയിലേക്കാണ് വന്നത്. അപ്പോൾ ഇടവകയിൽ വന്നപ്പോൾ ഈ മുതിർന്ന അച്ഛൻ ഈ അധികാരങ്ങളൊന്നും ഈ കൊച്ചച്ഛന് കൊടുക്കുകയില്ല. അച്ഛനെല്ലാം നിയന്ത്രിച്ച് അച്ഛൻ തന്നെ എല്ലാം ചെയ്യും. അപ്പോൾ ഏത് സംഘടനയിൽ പോകണമെങ്കിലും അച്ഛൻ്റെ ഇഷ്ടമാണ്, അച്ഛൻ തീരുമാനിക്കുന്നതാണ്. അപ്പോൾ ഈ വന്ന കൊച്ചച്ഛന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയായി. യേശുവിന് വേണ്ടി ജീവിക്കണം, യേശുവിന് വേണ്ടി ആത്മാക്കളെ നേടണം, കൂട്ടായ്മയെ വളർത്തണം എന്നുള്ള ചിന്തയൊക്കെ സെമിനാരി പഠന കാലഘട്ടത്തിൽ ഈ അച്ഛനുണ്ടായിരുന്നു. പക്ഷേ പുതിയ ഇടവകയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ സാഹചര്യങ്ങളില്ലാത്തൊരവസ്ഥ, വിഷമിച്ച് അച്ഛൻ ഇരിക്കുകയാണ്. അപ്പോഴാണ് ആ ഇടവകയിൽ തന്നെയുള്ള ഒരു കോൺഗ്രിഗേഷനിലെ ഒരു സിസ്റ്റർ, ഈ കൊച്ചച്ഛന് ഈ സിസ്റ്റർ എപ്പോഴും ഭവന സന്ദർശനത്തിനായിട്ടൊക്കെ പോകും. അപ്പോൾ ഭവന സന്ദർശനത്തിനൊക്കെ പോയി കൂട്ടായ്മയിൽ വളർത്താനായിട്ടൊക്കെ ശ്രദ്ധിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ സിസ്റ്റർ ഒരു ദിവസം ഈ കൊച്ചച്ഛനോട് പറഞ്ഞു, അച്ഛാ എന്താണ് പ്രവർത്തിക്കാനായിട്ടൊന്നും വരാത്തത്, ഇടവകളൊക്കെ ഒന്ന് സന്ദർശിക്കാൻ വാ. അപ്പോൾ പെട്ടെന്ന് ഈ കൊച്ചച്ഛൻ പറഞ്ഞത്, എനിക്ക് ഒരു അധികാരവും തന്നിട്ടില്ല, എന്നെ ഒന്നും ഏൽപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് വരുന്നില്ല.
അപ്പോൾ ഈ സിസ്റ്റർ പറഞ്ഞു, എത്രയോ യുവതി യുവാക്കളുണ്ട്, എത്രയോ ചെറുപ്പക്കാർ നമ്മുടെ ഇടവകയിലുണ്ട്, മദ്യത്തിനും അതുപോലെ തന്നെ തല്ലുപിടിക്കും, അടിക്കാനും കാലുവെട്ടാനും ഒക്കെ പോകുന്നത്. അച്ഛനൊന്ന് അവരുടെ ഇടയിലേക്ക് ഒന്ന് വെറുതെ ഒന്ന് ഇറങ്ങിച്ചെല്ല്. പ്രിയമുള്ളവർ, ഈ സിസ്റ്ററിൻ്റെ നിർബന്ധം കാരണം ഈ അച്ഛൻ്റെ ആ പ്രാർത്ഥനയുടെ ആ ബലത്തിൽ ഈ ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് തുടങ്ങി. ചെറുപ്പക്കാരുടെ ഇടയിൽ ഇറങ്ങിച്ചെന്നപ്പോൾ ഈ അച്ഛൻ ആദ്യം കാണുന്ന എന്താണ്? എല്ലാം ബലഹീനതകളുള്ളതാണ്. ജഡികമായ ആസക്തികളുടെ പിന്നാലെ പോകുന്ന ചെറുപ്പക്കാർ, ചെറിയ ലാഭത്തിന് വേണ്ടി 200 രൂപയ്ക്ക് വേണ്ടി കാല് വെട്ടാൻ പോകുന്ന ചെറുപ്പക്കാർ, അങ്ങനെ പലതരത്തിലുള്ള വൈകൃതങ്ങൾ, കുറവുകൾ നിറഞ്ഞ ആ വ്യക്തിത്വങ്ങളുള്ളവർ ആ ഇടവക സമൂഹത്തിലുണ്ടായിരുന്നു. ഈ വൈദികൻ അവരുടെ കൂടെ ഇരിക്കാനായിട്ട് തുടങ്ങി, അവരുടെ കൂടെ സംസാരിക്കാനായിട്ട് തുടങ്ങി. പ്രിയമുള്ളവരെ, നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ വൈദികനിലുള്ള ആ സ്നേഹവും വൈദികനോടുള്ള ആ വിശ്വസ്തതയൊക്കെ ഇവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇവർ പിന്നെ വൈദികൻ പറയുന്നത് കേൾക്കാനായിട്ട് തുടങ്ങി. ആദ്യമായിട്ട് തനിക്ക് കിട്ടിയ ആ ഇടവകയിൽ ഈ വൈദികൻ ആ കൂട്ടായ്മ, യുവതി യുവാക്കളുടെ കൂട്ടായ്മയെ രൂപപ്പെടുത്തി. അത്ഭുതകരമായ രീതിയിൽ ആ ഇടവകയിൽ വലിയ പരിവർത്തനമുണ്ടായി. ആളുകളെല്ലാം അത്ഭുതത്തോടെ നോക്കാനായിട്ട് തുടങ്ങി. കാരണം എന്താണ്? പള്ളിയിൽ കയറാത്ത ചെറുപ്പക്കാരൊക്കെ ഇപ്പോൾ പള്ളിക്കകത്തായി. അതുപോലെ തന്നെ സംഘടന, പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ടുള്ള മനസ്സ്, പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാനായിട്ടുള്ള മനസ്സ്, ദുശീലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുള്ള യേശുവിന് വേണ്ടി ജീവിക്കണമെന്നുള്ള തീഷ്ണതയുള്ള ഒരു ഐക്യമുള്ള ഒരു കൂട്ടായ്മയായിട്ട് ആ ഇടവകയിലെ യുവതി യുവാക്കളെ രൂപപ്പെടുത്തുവാനായിട്ട് ഈ വൈദികന് സാധിച്ചു. പ്രിയമുള്ളവരെ, വചനം പറയുകയാണ്, ബലഹീനരായ നാം ദുർബലരുടെ പോരായ്മകൾ സഹിക്കുകയാണ് വേണ്ടത്, നമ്മെ തന്നെ പ്രീതിപ്പെടുത്തുകയല്ല വേണ്ടത്. ആദ്യ നാളുകളിൽ, വർഷങ്ങൾക്ക് മുമ്പ് ഈ വന്ന വികാരി അച്ഛൻ എന്താണ്? അദ്ദേഹം ബലഹീനരായിട്ടുള്ളവരെ ഒന്നും നോക്കാനായിട്ട് വലിയ താല്പര്യം കാണിച്ചില്ല. പോരായ്മകളുള്ളവരെ പിടിച്ചു കയറ്റി കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് കരുതി അവരെയൊക്കെ സഭയുടെ പ്രധാന ഭാഗങ്ങളിൽ കൊണ്ടുവരാതെ അകറ്റി നിർത്തുന്ന ഒരു മനോഭാവം. പക്ഷേ ആ കാലങ്ങളിൽ നഷ്ടപ്പെട്ട ആത്മാക്കളുടെ ആ വില തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ചെറുപ്പക്കാരനായ ഈ വൈദികൻ എന്ത് ചെയ്തു? ബലഹീനരെ ചേർത്ത് നിർത്തി അവരെ ഉയർത്താനായിട്ട് തയ്യാറായി. അതിൻ്റെ ഫലമായി കൂട്ടായ്മ, ക്രിസ്തുവിൻ്റെ ആ ചൈതന്യം ആ കൂട്ടായ്മയിൽ കടന്നു വന്നു. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 10-ാം അധ്യായം 25 വചനം പഠിപ്പിക്കുകയാണ്, ചിലർ സാധാരണയായി ചെയ്യാറുള്ളത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. മാത്രമല്ല, ആ ദിനം അടുത്തു വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം. കൂട്ടായ്മ വളരണമെങ്കിൽ പരസ്പരം പ്രോത്സാഹിപ്പിക്കണം. ക്രൈസ്തവ കൂട്ടായ്മകൾ ഇന്ന് വളരാതെ ജീർണിച്ച് പോകാനായിട്ടുള്ള ഒരു കാരണം, കൂട്ടായ്മയിലുള്ള ഒരു പരസ്പരം പ്രോത്സാഹിപ്പിക്കില്ല. കാരണം എന്താണ്? വളർത്തുകയില്ല, പ്രോത്സാഹിപ്പിക്കുകയില്ല. സഭായോഗങ്ങൾ ഉപേക്ഷിച്ച് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് സഭാമക്കൾ ഇന്ന് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കൂട്ടായ്മയിൽ പോയാൽ മുറിവുകളും പ്രശ്നങ്ങളും വിഷമതകളും മാത്രമേ ഉള്ളൂ. അവിടെ പോയാൽ വചനം പഠിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ അല്ലെങ്കിൽ നല്ല സ്നേഹബന്ധങ്ങൾ വളർത്താനോ സാധിക്കുന്നില്ല. ഇന്ന് വെറുപ്പും വാശിയും കൂട്ടായ്മയിൽ വർദ്ധിച്ചു വരുവാനായിട്ട് കാരണം എന്താണ്? സ്വാർത്ഥതകളാണ്. സ്വാർത്ഥത. കൂട്ടായ്മയിൽ ഒരു വ്യക്തി സ്വാർത്ഥത വച്ച് പുലർത്തിക്കഴിഞ്ഞാൽ ആ കൂട്ടായ്മയെ തകർക്കുവാനായിട്ട് ആ വ്യക്തി തന്നെ കാരണമാകും. അതുകൊണ്ട് സ്വാർത്ഥത വെടിഞ്ഞ് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ കൂട്ടായ്മയിൽ പ്രവർത്തിക്കാനായിട്ട് കഴിയണം. തെസ്സലോനിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് ഒത്തിരി കാര്യങ്ങൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. തെസ്സലോനിയക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 12 മുതൽ 22 വരെയുള്ള വചനങ്ങൾ കൂട്ടായ്മയെ എങ്ങനെ വിശുദ്ധീകരിച്ച് നന്മയിൽ വളർത്താമെന്ന് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഭവനങ്ങളിലായിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള വചനഭാഗങ്ങൾ വായിച്ച് ധ്യാനിച്ചിട്ട് വേണം കൂട്ടായ്മകളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടത്. നമ്മൾ ഏത് ഭക്തസംഘടനയായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ദേവാലയത്തോട് ചേർന്നുള്ള ഏത് ശുശ്രൂഷ മേഖലകളായിക്കൊള്ളട്ടെ, അതെല്ലാം സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മയാണെന്ന് തിരിച്ചറിയണം. അവിടെ വാശിയും മാത്സര്യവും വഴക്കും ഇന്ന് പലപ്പോഴും സങ്കടം തോന്നാറുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് തമ്മിൽ വഴക്കും കുറ്റപ്പെടുത്തലും പഴി പറച്ചിലും അടിയുമായിട്ട് മാറുമ്പോൾ ഓർത്തുകൊള്ളണം, പിശാചാണ് ആ കൂട്ടായ്മയിലുള്ളത്. പരിശുദ്ധാത്മാവാണ് ഉള്ളതെങ്കിൽ അവിടെ കോലാഹലം ഉണ്ടാവുകയില്ല, അവിടെ സ്നേഹം ഉണ്ടാവും, അവിടെ ഐക്യം ഉണ്ടാവും. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞാൽ ആരും പിണങ്ങി പോകാറില്ല. ഇന്ന് ദേവാലയങ്ങളിൽ നിന്ന്, ഇടവക സമൂഹങ്ങളിൽ നിന്ന്, കൂട്ടായ്മകളിൽ നിന്നൊക്കെ വിശ്വാസികൾ അകന്നകന്ന് പോകാനായിട്ടുള്ള ഒരു കാരണം എന്താണ്? കൂട്ടായ്മയുടെ ചൈതന്യം നമ്മൾ മറന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. കൂട്ടായ്മയുടെ ചൈതന്യം മറന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസികൾ സഭയിൽ നിന്ന്, കൂട്ടായ്മകളിൽ നിന്ന് അകന്നു പോകാനായിട്ട് സാധ്യതയുണ്ട്.
തെസ്സലോനിയക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 9 ഇപ്രകാരമാണ്: സഹോദരരെ, സ്നേഹത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എഴുതേണ്ടതില്ല, കാരണം പരസ്പരം സ്നേഹിക്കണമെന്ന് ദൈവം തന്നെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണല്ലോ. കൂട്ടായ്മയിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് ഒന്നാമത് ഉള്ളത് പരസ്പരം ഒരു സ്നേഹബന്ധമായിരിക്കണം. സ്നേഹബന്ധം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കാനായിട്ട് പാടില്ല. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 6-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള ഒരു വചനഭാഗമുണ്ട്. കൂട്ടായ്മയിൽ ക്രൈസ്തവ വിശ്വാസ സമൂഹങ്ങളിൽ ജീവിക്കുന്നവരെ ധ്യാനിച്ച് വായിക്കേണ്ട ഒരു വചനഭാഗമാണ്. കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങളുണ്ട്. 7-മതൊന്നുകൂടി അവിടുന്ന് മ്ലേച്ഛമായി കരുതുന്നു. ശ്രദ്ധിച്ച് കേൾക്കണമേ. ഗർവ് കലർന്ന കണ്ണ്, വ്യാജം പറയുന്ന നാവ്, നിഷ്കളങ്കമായ രക്തം ചൊരിയുന്ന കൈ, ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം, തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ, അസത്യം പറഞ്ഞുകൂട്ടുന്ന കള്ളസാക്ഷി, സഹോദരർക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ. സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വചനമാണ്. കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങളാണ്. ഈ 6 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ ഗ്രന്ഥകർത്താവ് കൂട്ടിച്ചേർക്കുന്ന ഒരു മനോഹരമായ ഒരു കുറവ് കൂടി അത് പറയുന്നത് എന്താണ്? 7-മതൊന്നുകൂടി അവിടുന്ന് മ്ലേച്ഛമായി കരുതുന്നു. ഇതെല്ലാം കർത്താവ് വെറുക്കുന്നതാണ്. ഇതിനേക്കാൾ മ്ലേച്ഛമായിട്ടുള്ള ഒന്നുണ്ട്. അതാണ് 7-മത്. അത് ഏതാണ്? സഹോദരർക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ. കൂട്ടായ്മകളെ തകർക്കുവാൻ, കൂട്ടായ്മകളുടെ വിശുദ്ധി തകർക്കുവാൻ, കൂട്ടായ്മയുടെ ഐക്യം തകർക്കുവാൻ, കൂട്ടായ്മയുടെ വിശ്വസ്തത ഇല്ലാതാക്കുവാൻ ഭിന്നത വിതയ്ക്കുന്നവർ വിശ്വാസികളുടെ ഇടയിലുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, കർത്താവ് മ്ലേച്ഛമായി കരുതുന്ന ഒരു പാപമാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ തിന്മ ചെയ്തിട്ട് കൂട്ടായ്മയിൽ ജീവിച്ചിട്ട് നിനക്ക് നിത്യജീവൻ കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട. കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് ചിലരൊക്കെ നമുക്ക് സങ്കടം തോന്നും. ദേവാലയത്തിന് വേണ്ടി, കൂട്ടായ്മയ്ക്ക് വേണ്ടിയൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യും. പക്ഷേ സ്നേഹവും ഐക്യവും കാണൂല. ഉള്ളിൽ വെറുപ്പും വാശിയും മുറുമുറുപ്പും ഒക്കെ വെച്ചാൽ ചെയ്യുന്നത്. മറ്റുള്ളവരെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട്, പാവപ്പെട്ടവരെയൊക്കെ തള്ളി മാറ്റിക്കൊണ്ട്, ഞാനാണ് വലിയ ആളെന്ന് കാണിക്കാൻ വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരെ കാണാൻ പറ്റും. പക്ഷേ അവരൊക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ അവർ പറയും, കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ അത് ചെയ്തു, ഇത് ചെയ്തു. യേശു എന്താണ് പറയുന്നത്? വചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, എനിക്ക് നിങ്ങളെ അറിയില്ല, അനീതി പ്രവർത്തിക്കുന്നവരെ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. കാരണം എന്താണ്? കൂട്ടായ്മയെ തകർക്കുന്ന നിലപാടെടുക്കുന്നത് അനീതിയാണ്. കാരണം ദൈവം കൂട്ടായ്മയെ സ്നേഹത്തിലും ഐക്യത്തിലും നിലനിർത്താൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുമ്പോൾ, അതിനോട് തുറവിയില്ലാതെ, അതിനോട് ചേർന്ന് പ്രവർത്തിക്കാതെ, മനുഷ്യൻ്റെ ചിന്തയ്ക്കും ബുദ്ധിക്കും യുക്തിക്കും അടിമപ്പെട്ടുകൊണ്ട് കൂട്ടായ്മകളെ തകർക്കുന്ന സംസാരവും പെരുമാറ്റവും നിലപാടുകളും ആര് തന്നെ എടുത്താലും, അത് ഏത് ഉന്നത സ്ഥാനത്തിൽ ജീവിക്കുന്ന വ്യക്തി എടുത്താലും ദൈവത്തിൻ്റെ മുമ്പിൽ വലിയ കണക്ക് കൊടുക്കേണ്ടി വരും. എത്രയോ ഇടവകകളിലാണ് ഇന്ന് അഭിപ്രായ വ്യത്യാസങ്ങളോടെ പരസ്പരം സംസാരിക്കാതിരിക്കുന്നത്. എന്നിട്ടും പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും. എത്രയോ ഇടവകകളിലാണ് അനേകർ പരസ്പരമുള്ള ആ വൈരാഗ്യം വെറുപ്പും കണ്ട് ഒരു കുടുംബത്തിൽ മരണം വന്നു കഴിഞ്ഞാൽ എതിർ പാർട്ടിയാണെങ്കിൽ പോകില്ല. സങ്കടം തോന്നും. ചില ഇടവകളിൽ ചെന്നപ്പോൾ കാണാൻ അത്ഭുതപ്പെട്ടു പോയി. ഏതെങ്കിലും ആളുകൾ തിരുനാൾ ഏറ്റെടുത്ത് നടത്തി കഴിഞ്ഞാൽ അവരോട് വെറുപ്പുണ്ടെങ്കിൽ അന്ന് പള്ളിയിൽ പോകില്ല. എവിടെ ക്രിസ്തീയ കൂട്ടായ്മ? എവിടെ നമ്മുടെ ജീവിത സാക്ഷ്യം? ക്രിസ്തുവിനെ മുറിപ്പെടുത്തുന്ന മനോഭാവമാണെങ്കിൽ, കൂട്ടായ്മകളെ തകർക്കുന്ന മനോഭാവങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളതിനെ പൊളിച്ചു മാറ്റണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വചനഭാഗം ഇപ്രകാരമാണ്: അതിനാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാചനങ്ങളും പരിശുദ്ധരുമെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, കടമ, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. സർവോപരി എല്ലാറ്റിനെയും കൂട്ടി ഇണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. പ്രിയമുള്ളവരെ, ആത്മാവിൽ നയിക്കപ്പെടുന്ന കൂട്ടായ്മകൾ നമുക്ക് രൂപപ്പെടുത്താം. യേശുവിൻ്റെ ആരൊക്കെ കൂട്ടായ്മയെ വളർത്തുവാൻ സ്നേഹവും ത്യാഗവും കരുതലും അവരുടെ ജീവിതങ്ങളിൽ കൊടുക്കുന്നുവോ, ദൈവം അവരെ കൂടുതൽ അനുഗ്രഹിക്കും. ആരൊക്കെ കൂട്ടായ്മയെ തകർക്കുവാനായിട്ടുള്ള തെറ്റായ നിലപാടുകൾ എടുക്കുന്നുവോ, അതുമൂലം നീ നിൻ്റെ ആത്മരക്ഷയെയും നിൻ്റെ തലമുറകളെയും നീ നശിപ്പിക്കുകയാണ്.
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആത്മാർത്ഥതയോടെ ചിന്തിക്കുക. ദൈവം നമ്മളെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുകയാണ്. ക്രൈസ്തവ കൂട്ടായ്മ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ഒരു സമൂഹമാണ്. ആരൊക്കെ യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുന്നുവോ അവരെല്ലാം ആ ഐക്യത്തിൽ, കൂട്ടായ്മയിൽ ഒരുമിച്ച് പോകേണ്ടവരാണെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ഈ ആഗ്രഹത്തെ നമുക്ക് നമ്മുടെ സ്വാർത്ഥതകൾ മൂലം തകർക്കാതിരിക്കുവാൻ ക്ഷമിക്കുന്നവരാകാം, സ്നേഹിക്കുന്നവരാകാം, കരുതുന്നവരാകാം, കൂട്ടായ്മയ്ക്ക് വേണ്ടി നല്ല നിലപാടുകൾ എടുക്കുന്നവരാകാം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, അവിടുന്ന് പിതാവിനോട് പ്രാർത്ഥിച്ചുവല്ലോ, പിതാവേ, നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ വിശ്വാസികളും ഒരുമയിലായിരിക്കണമെന്ന് ഈശോ പ്രാർത്ഥിച്ചു. കാരുണ്യവാനായ ഈശോയെ, കൂട്ടായ്മയിൽ സ്നേഹത്തിൽ ജീവിക്കേണ്ട ഞങ്ങളുടെ ജീവിതങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലും വെറുപ്പിൻ്റെയും വാശിയുടെയും വൈരാഗ്യത്തിൻ്റെയും തകർച്ചകളിൽ അടിമപ്പെടുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ സ്വാർത്ഥത തന്നെയാണെന്ന് ഞങ്ങൾ ഇന്ന് തിരിച്ചറിഞ്ഞു. ദൈവമേ, സ്വാർത്ഥത വെടിഞ്ഞ് സ്നേഹത്തിലും ഐക്യത്തിലും വിശുദ്ധിയിലും കൂട്ടായ്മയിൽ വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൂടുമ്പോൾ ഇമ്പമുള്ള കൂട്ടായ്മകളായി ക്രിസ്തീയ കൂട്ടായ്മകളെ രൂപപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.